നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഷച്ചെടിയായ ഉമ്മം അഥവാ ഡാറ്റുരയുടെ പഴങ്ങളും വിത്തുകളും ഭക്ഷ്യയോഗ്യമായ ഉൽപ്പന്നങ്ങൾ എന്ന നിലയിൽ ഓൺലൈനിൽ വിൽപ്പന നടത്തിയ സംഭവത്തിൽ ആമസോൺ, സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട്, ബിഗ് ബാസ്ക്കറ്റ് എന്നിവയുടെ ഫുഡ് ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്ത് കർണാടക ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ സസ്പെൻഷൻ തുടരും. ആയുർവേദത്തിലും നാടൻ വൈദ്യത്തിലും ചില രോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതൊരു വിഷച്ചെടിയാണ്. ഇതിന്റെ അളവ് ശരീരത്തിൽ പ്രവേശിച്ചാൽ മയക്കം, മാനസിക അസ്വസ്ഥ്യം, ഭ്രമാത്മകത എന്നിവയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും സംഭവിക്കാം. ഇത് നേരിട്ട് ഉപയോഗിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. മനുഷ്യോപഭോക്തനായി ഡാറ്റുര പഴങ്ങളും വിത്തുകളും വിവിധ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നതായി അധികൃതരുടെ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. ചില പാക്കറ്റുകൾ FSSAI ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പറുകളും രേഖപ്പെടുത്തിയിരുന്നതായി കണ്ടെത്തി. വിഷാംശമുള്ള ഡാറ്റുര ഭക്ഷണമായി വിൽക്കുന്നതും വിതരണം ചെയ്യുന്നതും അനുവദനീയമല്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഡാറ്റുര പഴങ്ങളും വിത്തുകളും പരസ്യങ്ങളിലും ലിസ്റ്റിംഗ് ഉടൻ നീക്കാൻ 3 പ്ലാറ്റ്ഫോമുകൾക്കും നിർദ്ദേശം നൽകി. ഭക്ഷ്യോൽപ്പന്നം എന്ന നിലയിൽ ഇവയുടെ വിൽപ്പന, വിതരണം, പ്രദർശനം എന്നിവയും നിർത്തണം. ഡാറ്റുര ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത വിൽപ്പനക്കാരുടെയും സ്ഥാപനങ്ങളുടെയും ലൈസൻസുകളും രജിസ്ട്രേഷനുകളും സസ്പെൻഡ് ചെയ്യാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആമസോൺ അധികൃതർ മറുപടി സമർപ്പിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. സ്വിഗ്ഗി ആവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ കൂടുതൽ സമയം തേടി. അതേസമയം ഡാറ്റുരയുടെ ഓൺലൈൻ വിൽപ്പന നിർത്തിയതായി ബിഗ് ബാസ്ക്കറ്റ് അറിയിച്ചു. ഭാവിയിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നോട്ട് ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ എന്ന മുന്നറിയിപ്പ് നൽകുമെന്നും കമ്പനി വ്യക്തമാക്കി. എന്നാൽ കമ്പനികളുടെ വിശദീകരണങ്ങൾ തൃപ്തികരമല്ലെന്നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ നിലപാട്. ഡാറ്റുര വളരെ അപകടകാരിയാണ്. വിഷാംശമുള്ള സസ്യമാണ് ഡാറ്റുര. മനുഷ്യർ കഴിച്ചാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതിനാൽ ശുദ്ധീകരിക്കാത്ത ഡാറ്റുര പഴങ്ങളും വിത്തുകളും ഭക്ഷണമായി ഉപയോഗിക്കുന്നത് അപകടകരമാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ അബദ്ധത്തിൽ ഈ ഉമ്മത്തിൻകായ കഴിച്ച് ഗൃഹനാഥൻ മരിച്ച സംഭവം കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അന്ന് ഒരു 89 വയസ്സുള്ള വയോധികയാണ് മരിച്ചത്. വീട്ടിൽ വെച്ച് അബദ്ധത്തിൽ ഉമ്മത്തിൻകായ കഴിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. പിന്നീട് ശരീരത്തിൽ പല അസ്വസ്ഥതകളും അനുഭവപ്പെട്ട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതായത് വളരെ അപകടകാരിയാണ് ഇത്. ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്ന ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഇതൊക്കെ ഭക്ഷ്യയോഗ്യം എന്ന് പറഞ്ഞൊക്കെ കാണും. പക്ഷെ എന്തായാലും 1, 2, 3 തവണ ഇതിൻ്റെ വിശ്വാസ്യത പരിശോധിച്ചതിന് ശേഷം മാത്രം പലതരത്തിലുള്ള ഫുഡ് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക. ഏതായാലും ഇത് വളരെ വിഷകരമാണ്. അത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കും.